ഹലോ ഗേസ്, നമുക്ക് നല്ല പള്ളിക്കറി ഉണ്ടല്ലോ. എങ്ങനെയാണ് ബീഫ് പള്ളിക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, ആവശ്യമായിട്ടുള്ള ഉപ്പും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് ആക്കിയതും, അതായത് ഞാനൊന്ന് ചതച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ 2 സവാളയും 1 ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നേരെ അടുപ്പത്ത് വെക്കാവുന്നതാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ 2-3 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക. നല്ലോണം എരിവ് വേണ്ടുന്നവർക്ക് 5 പച്ചമുളക് എടുത്തോ. ഞാനിപ്പോൾ 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നേരെ അടുപ്പത്ത് വെക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ നല്ലോണം വേവിച്ചെടുക്കുക. കുക്കറിലാണെങ്കിൽ ഒരു 5 വിസിലെങ്കിലും എടുക്കുക. പിന്നെ ഇതാ നേരെ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ മുഴുവൻ മല്ലിയും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ 2 ഗ്രാമ്പു, 1 ഏലക്കായ്, കറാമ്പട്ട അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ലോണം വറുത്തെടുക്കുക. എന്നിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. പിന്നെ ഇനി ഇതൊക്കെ വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, കറിവേപ്പില, ഈ പൊടിച്ച മസാലയും പിന്നെ ഗരം മസാലയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട്, മുളക് പൊടി ആ സമയത്ത് ചേർക്കേണ്ടതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് വേവിച്ച ബീഫും കൂടി ഇതിലിട്ട് കൊടുത്താൽ നല്ല പള്ളിക്കറി റെഡിയായി. അപ്പോൾ ഇതുപോലെയൊക്കെ